സഹോദരങ്ങളെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനാ വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെ ഈ ഖുതുബയുടെ ആമുഖമായി ഇവിടെ ഓതി കേൾപ്പിക്കപ്പെട്ടത്. നൂഹ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം പ്രബോധനം ചെയ്തിട്ടും വളരെ കുറച്ച് ആളുകൾ മാത്രം ആ സത്യം സ്വീകരിക്കാനുണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്കറിയാം. എന്നാലും ഉലുൽ അസ്മിൽപ്പെട്ട ഏറ്റവും ദൃഢമനസ്കരായ ശ്രേഷ്ഠരായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, അവസാന ഘട്ടത്തിൽ തന്റെ സമുദായത്തിന്റെ ദ്രോഹങ്ങളെ സഹിക്കവയ്യാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം അവരെ നശിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞ വാചകങ്ങൾ, എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന താൻ പ്രാർത്ഥിക്കുന്നു എന്നതിന്റെ ന്യായം ആ വചനങ്ങളിൽ തന്നെയുണ്ട്. وقال نوح رب لا تذر على الأرض من الكافرين ديارا. സത്യനിഷേധികളായ ഒരാളെയും അല്ലാഹുവേ നീ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കരുത്, അവരെ മുഴുവൻ നീ നശിപ്പിച്ച് കളയണം. ഇന്നക ഇൻ തദറുഹും യുളില്ലൂ ഇബാദക്. നീ അവരെ നശിപ്പിക്കാതെ വിടുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളെ വഴിതെറ്റിക്കും, നിന്റെ ദാസന്മാരെ അവർ വഴിതെറ്റിക്കും. വല യലിദു ഇല്ല ഫാജിറൻ കഫാറ. തമ്മാടിയും നിഷേധിയുമായ ആളെയല്ലാതെ അവർ ജന്മം നൽകുകയില്ല. ഇനി അവരിൽ നിന്നുണ്ടാകുന്ന തലമുറകൾ പോലും നന്നാവാൻ സാധ്യതയില്ല. അതിനു മാത്രം ഒരു പ്രതീക്ഷയുമില്ലാത്ത, നന്നാക്കിയെടുക്കാൻ ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഇന്ന് ജനിച്ചിട്ടില്ലാത്ത, ഇന്ന് ഹയാത്തിലില്ലാത്ത അടുത്തൊരു സന്താനം ഈ സമൂഹത്തിലേക്ക് പിറന്നു വീണാൽ അവൻ പോലും നന്നാവൂല. ഇനി ജനിക്കാൻ പോകുന്നൊരു കുഞ്ഞ് ഈ സമൂഹത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അവൻ പോലും നന്നാവാൻ ഒരു സാധ്യതയുമില്ലാത്ത സന്ദർഭത്തിലാണ് ഇവരെ ഉന്മൂലനം ചെയ്തതിനു ശേഷം മാത്രമേ ഇനി ഒരു പുതിയ തലമുറ സാധ്യമാകൂ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് നൂഹ് നബി അലൈഹിസ്സലാം. സഹോദരങ്ങളെ, ഇങ്ങനെയൊന്നുമല്ലെങ്കിലും എന്തോ അത്ഭുതകരമായിട്ടുള്ള മാറ്റം നമ്മുടെ പുതിയ തലമുറക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ പരീക്ഷകൾ കഴിഞ്ഞ് സ്കൂളുകൾ അടച്ച് അവർ നമ്മളോടൊപ്പം കഴിച്ചുകൂട്ടാൻ പോകുന്ന 2 മാസങ്ങളിലേക്കാണ്, വേനൽക്കാല അവധിയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മൾ എപ്പോഴും കാണുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും വേഷവിധാനങ്ങളും ഒക്കെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. വളരെ ചെറിയ ഒരു കുട്ടിയോട് മോനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ, അല്ലെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പിതാവ് ഉപദേശം കൊടുക്കുമ്പോൾ അവൻ പ്രതികരിക്കുന്ന പ്രതികരണം, ഇതൊക്കെ എന്നോട് പറയാൻ പാടുണ്ടോ, ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെ ജീവിക്കേണ്ടത് എന്നത് ചിന്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്കില്ലേ, എനിക്ക് എൻ്റെതായൊരു സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുന്നത് 16, 18, 20 വയസ്സായ ആളല്ല. അതായത് ഒരു ചെറിയ കുഞ്ഞിനെ നമ്മൾ സ്നേഹത്തോടെ അടുത്തിരുന്ന് വിളിച്ച് പറയുമ്പോഴും എല്ലാം അനുസരിക്കാനും കേൾക്കാനും നല്ല മനസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിലും രൂപപ്പെട്ടു വരുന്ന പുതിയൊരു ചിന്താഗതി ഉണ്ട്, എനിക്ക് എന്റെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ വെറുതെ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ നിൽക്കേണ്ടെന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അങ്ങനെ ഓരോ കുട്ടിയും തന്റെ ഇച്ഛക്കും തന്റെ കാഴ്ചപ്പാടിനും തന്റെ ഇഷ്ടത്തിനും അനുസരിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ എന്താകും ഈ ലോകത്തിന്റെ സ്ഥിതിവിശേഷമെന്ന് നമ്മൾ ആലോചിക്കണം. എന്താണ് സുഹൃത്തുക്കളെ അതിന്റെ ഉത്തരം എന്താണ്? അങ്ങനെയാണോ ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അങ്ങനെ ഒന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചാൽ അത് സാധ്യമാകുന്ന ഒരു കാര്യമാണോ എന്നാണ് നാം ആലോചിക്കേണ്ട ഒരു കാര്യം. സത്യത്തിൽ ഇത് ഇസ്ലാമിക വിരുദ്ധമായ ഏറ്റവും അപകടകരമായ ഒരു ആശയമാണ്. മതത്തെ ഇല്ലാതാക്കാൻ പറ്റുന്ന അടിസ്ഥാനപരമായ ഒരു വാദമാണെന്ത്, ഞാൻ പ്രായപൂർത്തിയായ ഒരാളാണെങ്കിൽ എനിക്ക് എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പറ്റൂ? നമ്മുടെ സൃഷ്ടിച്ച പടച്ചോൻ, ആ പടച്ചോനെ നമ്മൾ അനുസരിക്കണ്ടേ? ആ പടച്ചവന്റെ നിയമങ്ങളെ നമ്മൾ അനുസരിക്കണ്ടേ? അള്ളാഹു നമുക്ക് എല്ലാ ഭൂമിയും സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്ന പടച്ചോൻ പറയുന്നത് നമ്മൾ അനുസരിക്കണ്ടേ? ഏത് സെക്കൻഡിലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്ന അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കാതിരുന്നാൽ അവൻ നമ്മുടെ മേലെടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും? അതുകൊണ്ട് മനുഷ്യന്
തന്റെ സൃഷ്ടാവിന് കീഴ്പ്പെടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ സൃഷ്ടാവിന് കീഴ്പ്പെടുമ്പോൾ പടച്ചോൻ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അത് എനിക്കൊരു സ്വാതന്ത്ര്യമല്ലേ, തിരിച്ചു ചോദിക്കാൻ പറ്റിയ കാര്യമാണോ അത്? അപ്പോ ആ വാദം ശരിയാണോ? വേണ്ട. നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മക്കളോട് നമുക്ക് പറയണ്ടേ, സാഹിബുഹുമാ ഫി ദുനിയ മഅറൂഫ, ഇഹലോകത്ത് നല്ല കാര്യങ്ങൾ അവർക്ക് നിനക്ക് പറഞ്ഞു തരുന്ന, അവർ നിന്റെ നല്ല കാര്യങ്ങൾ നിനക്ക് ഉപദേശിച്ചു തരേണ്ട ആളുകളാണ് അവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അത് വേണ്ടേ? അപ്പൊ ആ മാതാപിതാക്കൾ പറയുമ്പോ നിങ്ങൾ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് മക്കൾ തിരിച്ചു ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് മാത്രം മതി സുഹൃത്തുക്കൾ. ഇവിടെ രാജ്യത്തിന് നിയമങ്ങളില്ലേ? ആ നിയമ സംവിധാനങ്ങൾ പാലിക്കാതെ ഈ രാജ്യത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റൂ? എനിക്ക് സ്വാതന്ത്ര്യമില്ല, ഞാൻ ഇഷ്ടമുള്ളതോടെ എനിക്ക് വണ്ടി ഓടിക്കാം, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം എന്നൊരു പൗരൻ പറഞ്ഞാൽ ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റൂ? സത്യത്തിൽ ഏറ്റവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരക്ഷയ്ക്കും ഈ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും എല്ലാറ്റിനും ഉതകുന്ന രൂപത്തിലുള്ള എല്ലാ നിയമ സംവിധാനങ്ങളെയും പാലിച്ചുകൊണ്ടും അതിന് കീഴ്പ്പെട്ടുകൊണ്ടും മാത്രമേ മനുഷ്യന് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള വാദങ്ങളും ചിന്താഗതികളും നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത്, നാളെ നമ്മുടെ കുട്ടിയോട് അവന് ഗുണകരമായ ഒരു കാര്യം പറഞ്ഞാൽ, അവന് ദോഷകരമായ ഒരു കാര്യം വിലക്കിയാൽ അവൻ തിരിച്ചു ചോദിക്കുന്നത് എനിക്കൊരു സ്വാതന്ത്ര്യമല്ലേ, നിങ്ങൾ എന്തിനാ വെറുതെ എന്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുന്ന ഒരു മനോഗതി പുതിയ തലമുറയിൽ വളർന്നു വരുന്നു. യഥാർത്ഥത്തിൽ അത് നമ്മൾ ഭീതിയോടുകൂടെ കാണേണ്ടതില്ലേ സുഹൃത്തുക്കളെ? രണ്ടാമത്തൊരു കാര്യം, മുമ്പത്തെ പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ, എന്റെ വീട് നല്ലൊരു സംസ്കാരമുള്ള വീടാണെങ്കിൽ എന്റെ വീട്ടിൽ വളരുന്ന കുട്ടി നല്ലവനായി വളരും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്റെ നാട് നല്ലൊരു നാടാണെങ്കിൽ എന്റെ നാട്ടിൽ വളരുന്ന കുട്ടി ആ നാടിന്റെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും വരും. എന്റെ മതത്തിൽ വളരുന്ന കുട്ടിക്ക് എന്റെ മതവും എന്റെ സ്വഭാവവും, അങ്ങനെയല്ല സുഹൃത്തുക്കളെ ഇപ്പൊ സംഭവിക്കുന്നത്. നിങ്ങൾ ഏത് വീട്ടിലും ഏത് നാട്ടിൽ ജീവിച്ചാലും ലോകം ഒരു ഗ്രാമമാണിന്ന്. എല്ലാം കുട്ടികൾ കാണുകയാണ്. ഏതോ വിദേശ നാടിലുള്ള കുട്ടിയുടെ പാൻസ് ആണ് നമ്മുടെ കുട്ടി ധരിക്കുന്നത്. അതങ്ങനെ അവിടെ എത്തിയത് സുഹൃത്തുക്കളെ? നമ്മളാരും ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. ആ പാൻസാണ് അവൻ, ആ ടീഷർട്ടാണ് അവൻ ധരിക്കുന്നത്. ആണിനും പെണ്ണിനും വേറെ വേറെ വേഷങ്ങളില്ല, യൂണിസെക്സ് ആണ്. എല്ലാ ആളുകൾക്കും ഒരേ വേഷം. എത്ര പെട്ടെന്നാണ് മാറുന്നു നിങ്ങൾക്കറിയും? വേഷവിധാനങ്ങളിൽ വരുന്ന മാറ്റം എത്ര പെട്ടെന്നാണ് നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്, നമ്മൾ അറിയാതിരിക്കുക. നമ്മുടെ വീട്ടിൽ ഇതെല്ലാം നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കാഴ്ചപ്പാട് മാറാൻ. പണ്ടൊരു കുട്ടി പ്രേമിച്ചാൽ ആ പ്രേമിച്ചവൾ എവിടെയെന്ന് വെച്ചാൽ അയൽപക്കത്തോ തന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോ കോളേജിൽ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഒരു മലയാളിയോ കേരളക്കാരനോ ആകാം. ഇന്ന് പ്രേമിക്കുന്ന കുട്ടിയുടെ ഏത് കുട്ടിയാണ് പ്രേമിച്ചത്? അത് വിദേശിയാണ്. ഏത് നാട്ടിൽ നിന്നും പ്രേമിക്കാം, ഏത് നാട്ടിലും ബന്ധങ്ങൾ ഉണ്ടാകാം, ഏത് നാടിന്റെ വേഷവും ധരിക്കാം, ഏത് നാടിന്റെ ഭക്ഷണവും ആവാം എന്ന് പറഞ്ഞാൽ ലോകം തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ നന്നായി പോകുമെന്ന് വിചാരിച്ച് നിർഭയത്വത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല പുതിയ തലമുറയുടെ ഉത്തരവാദിത്തമുള്ള ഞാനും നിങ്ങളും എന്ന് നമ്മൾ ആലോചിക്കണം. മാത്രമല്ല സുഹൃത്തുക്കളെ, കുട്ടികളിൽ ഈ ആശയ ബോധവൽക്കരണങ്ങൾ തികച്ചും അവർക്ക് വിനാശകരമായ ചിന്താഗതികൾ അവരിൽ ഉണ്ടായിട്ടുണ്ട്. പൊതുവെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടണില്ല എന്നാണ് നാട്ടിൽ പറഞ്ഞത്, പെൺകുട്ടികളെ കിട്ടാനില്ല എന്ന ഒരു പൊതുവെ ഒരു പ്രചാരണം നാട്ടിലുണ്ട്. പെൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടോ പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാഞ്ഞിട്ടോ അല്ല, പെൺകുട്ടികളിൽ വലിയൊരു ശതമാനം പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറയുന്നു എന്നതാണ്. ഒരു ഉമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു 2 പെൺകുട്ടികളാണ് അവർക്ക്. അപ്പോൾ അവൾ പറഞ്ഞു ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ, ജോലി കിട്ടട്ടെ, എല്ലാം പറഞ്ഞു. ഇപ്പൊ എത്ര വയസ്സായി? 26 വയസ്സായി. പക്ഷെ അവൾക്ക് വിവാഹം വേണ്ട. അപ്പൊ താഴെയുള്ള കുട്ടിനെ ഇനി എന്ത് ചെയ്യും എന്നതാണ് അടുത്ത പ്രശ്നം. താഴെയുള്ള കുട്ടിക്ക് 22 വയസ്സായി, അവളും പറയുന്നു ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ. മനസ്സിലുണ്ട് വിവാഹം എന്നുള്ളത് അങ്ങനത്തെ ഒരു ഭാരം വഹിക്കാൻ ഞാൻ ഇല്ലെന്നാണ് ഒരു സെലിബ്രിറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇല്ല, എനിക്ക് സെക്സ് വേണം, എനിക്ക് ഒരു പുരുഷന്റെ സാന്നിധ്യം വേണം, പക്ഷേ എനിക്ക് വിവാഹം വേണ്ട എന്നൊരു തലമുറയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കൾ നാളെ അത് പറയില്ലെന്ന് എന്താണ് സുഹൃത്തുക്കളെ ഉറപ്പ്? സത്യത്തിൽ ഇങ്ങനത്തെ ഒരു പുതിയ തലമുറ തികച്ചും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത എല്ലാ നിയന്ത്രണങ്ങളെയും ഭേദിച്ച് വളരുമ്പോൾ അവർ നമ്മുടെ മടിത്തട്ടിലാണ്, നമ്മുടെ വീടുകളിലാണ്, നമ്മുടെ സമുദായത്തിലാണ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉത്തരവാദിത്തമില്ലേ സുഹൃത്തുക്കളെ? ആദ്യത്തെ ഉത്തരവാദിത്തം ആർക്കാരുണ്ട്? വാപ്പാർക്കും ഉമ്മാർക്കും ഉത്തരവാദിത്തം. നമ്മൾ അവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതും അവർക്ക് സ്കൂളിലും കോളേജിലും പഠിക്കാനുള്ള ഫീസ് ഉണ്ടാക്കുന്നതും അവർ തിരഞ്ഞെടുക്കേണ്ട കോഴ്സിനെ കുറിച്ചും അവർക്ക് വാങ്ങേണ്ട ഡ്രസ്സിനെ കുറിച്ചും മാത്രമേ ആലോചിക്കുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടെ നേരത്തെ ആലോചിക്കണം.
കാരണം അത് വൈകും തോറും നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. 5 വയസ്സായ കുട്ടിയോട് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല 15 വയസ്സായ കുട്ടിയോട് പറയാൻ. അത് 20ഉം 25ഉം വയസ്സിലേക്ക് കടക്കുമ്പോൾ പിന്നെ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. എനിക്ക് കല്യാണം വേണ്ട എന്ന് 26 വയസ്സായ പെൺകുട്ടി പറഞ്ഞാൽ അടുക്കളത്തിണ്ണയിൽ കരഞ്ഞിരിക്കയല്ലാതെ ഉമ്മക്കൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. അതിന്റെ മുമ്പ് നമുക്കെന്തു ചെയ്യാൻ പറ്റും എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് അനാവശ്യമായ സംസ്കാരങ്ങൾ വരാതെ, ചിന്താഗതികൾ വരാതെ, കാഴ്ചപ്പാടുകൾ വരാതെ ശ്രദ്ധിക്കേണ്ട കടമ മാതാപിതാക്കൾക്കാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അള്ളാന്റെ കൽപ്പനയാണ് അത്, വിശ്വസിച്ചിട്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ്. മനുഷ്യരെയും കല്ലുകളെയും കത്തുന്ന നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം എന്ന അള്ള നമ്മളോട് പറഞ്ഞ ഒരു കൽപ്പനയാണ്. മാത്രല്ല റസൂലുള്ളാഹി പറഞ്ഞു, ഒരു പുരുഷൻ എന്താണ് ഭരണാധികാരിയാണ്. ആരെ? അഹ്ല ബൈത്തിഹി, അവന്റെ കുടുംബത്തിന്റെ, മസ്ഊലുൻ അൻഹും, അവരെ കുറിച്ച് അവൻ ചോദിക്കപ്പെടും. വൽ മർഅത്തു, സ്ത്രീയെ കുറിച്ച് പറഞ്ഞപ്പോ, ഉമ്മനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് നിങ്ങൾ? റാഇയത്തുൻ അലാ ബൈത്തി ബഅലിഹാ, തന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള ഭരണാധികാരിയാണ്. വവലദിഹി, അവന്റെ മക്കൾക്കും. അപ്പൊ ആ മക്കൾ അങ്ങനെ നോക്കും. നിങ്ങൾ നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ലൊരു വേഷം നൽകണമെന്ന് വാപ്പ എത്ര വിചാരിച്ചാലും ഉമ്മ വിചാരിക്കാതെ നടക്കൂല. ഉമ്മ വിചാരിക്കുന്ന വേഷമാണ് നമ്മുടെ പെൺകുട്ടികൾ ധരിക്കുക. നമുക്ക് ഭാരം കെടാനേ പറ്റുള്ളൂ. എന്താ? ഉമ്മയാണ് കുട്ടികളോട് അടുത്തു നിൽക്കുന്നത്. ഉമ്മയാണ് കുട്ടികളോട് അടുത്തു നിൽക്കുന്നത്. എന്റെ ദീനുള്ളവരെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞത്? നമ്മൾ ആരായിട്ടും കാര്യമില്ല, അത് കുട്ടികളിലേക്ക് എത്തണോ അത് ഉമ്മയിലൂടെ എത്തുള്ളൂ. ഉമ്മന്റെ സംസ്കാരം, ആ സംസ്കാരം എന്താണോ അത് നമ്മുടെ മക്കളിലേക്ക് പകർന്നു നൽകപ്പെടും. അതുകൊണ്ട് ഉത്തരവാദിത്തം വാപ്പയും ഉമ്മയും പാടെ കൂടിയാലേ നടക്കുള്ളൂ. ഉയരത്ത് നിൽക്കുന്ന കുട്ടിയുടെ നേരെ ഉമ്മ കൈയാട്ടിയാൽ കുട്ടിക്ക് ചാടാൻ പേടിയുക. എന്നാൽ വാപ്പ കൈയാട്ടിയാൽ വാപ്പ ധൈര്യം നൽകുന്നവനാണ്, വാപ്പ ശക്തനാണ്, വാപ്പയാണ് മാർഗദർശി. അതുകൊണ്ട് വാപ്പന്റെ പണി വാപ്പയും ഉമ്മന്റെ പണി ഉമ്മയും എടുത്തില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല സുഹൃത്ത്. അതുകൊണ്ട് നമ്മൾ കൂടിയാലോചിക്കണം, നമ്മുടെ മക്കളെക്കുറിച്ച് നിരൂപണം നടത്തണം. അവരെങ്ങോട്ടേക്ക് പോകുന്നു എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടെ എന്ത് ചെയ്യണം? ആലോചിക്കണം. കുട്ടികളോട് പെരുമാറുന്നിടത്ത് നമ്മൾ അതിൻ്റെതായ ശ്രദ്ധകൾ പാലിക്കണം സുഹൃത്തുക്കളെ. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ നമ്മൾ ഒരു അധികാരസ്ഥരും വാപ്പയും ഉമ്മയാണ് എന്തുമാവാമെന്ന് വിചാരിക്കരുത്. നമ്മൾ കുട്ടികള് നമ്മളോട് ആ സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകാനും നമ്മൾ പറയുന്നത് അനുസരിക്കാനും ഒക്കെ ചില നിയമങ്ങളുണ്ട്. അദ്ദീനു അൻ നസീഹ എന്ന് പറയും, മതം ഗുണകാംക്ഷയാണ് എന്ന്. അതിന്റെ വിശദീകരണം നോക്കിയാൽ മതി. എന്താ മതം ഗുണകാംക്ഷയാണെന്ന് പറഞ്ഞാൽ, ആരോടെങ്കിലും നിങ്ങൾ മതം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് തന്റെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് അവൻ ഒരിക്കലും എന്ന് തോന്നുന്ന വിധത്തിലേ പറയാവൂ എന്നാണ്. ഒരു കാരണവശാലും ഉപദേശിക്കുന്നവന് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ദേഷ്യം ഒരിക്കലും ഒരു ഗുണകാംക്ഷയെ പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ്. അതൊരു പ്രതികാരത്തെയോ അല്ലെങ്കിൽ അവഹേളനത്തെയോ അല്ലെങ്കിൽ തന്റെ ഒരു മനസ്സിന്റെ ഒരു വികാരത്തെയോ ഒക്കെ പ്രതിനിധീകരിക്കും. അതല്ലാതെ എന്നോടുള്ളൊരു ഗുണം കൊണ്ട് പറയാണെന്ന് ദേഷ്യപ്പെട്ട് പറയുന്ന ഒരാളെ വാക്കുകളെ കാണാൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ മക്കളെ കാര്യത്തിൽ ഉത്തരവാദിത്വം കാണിക്കുകയും അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നമ്മൾ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും വേണം. അതുകൊണ്ട് മൊബൈൽ ഫോണുകളിലൂടെ ലോകം അവരെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായി? ആ ലോകത്ത് എന്ത് കാണണം, എന്ത് കണ്ടുകൂടാ, എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കി കൊടുക്കണം. സോഷ്യൽ മീഡിയ കുട്ടിക്കളിയല്ല എന്ന് പറഞ്ഞൊരു പ്രമേയം, നമ്മുടെ പ്രബോധന സംബന്ധമായ ഒരു പ്രമേയം നമ്മൾ കണ്ടു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഒരു ഫോണിലിരിക്കുന്ന ഒരു കുട്ടി എങ്ങോട്ടേക്ക് പോകുമെന്ന് സുഹൃത്തുക്കളെ നമുക്ക് നിർവചിക്കാൻ പോലും പറ്റൂല. അതുകൊണ്ട് ആ ഫോണിന്റെ ലോകത്ത് അവൻ എവിടെ പോകണം എന്നതിന് പുറത്തുനിന്ന് ആരെങ്കിലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവൻ എത്തുന്നിടം നമുക്ക് അനുമാനിക്കാൻ പോലും പറ്റാത്ത ലോകമായിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഗൗരവത്തോടുകൂടി ആലോചിക്കണം. ഒന്ന്, മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമത്തേത്, മതത്തിന്റെ ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മതസംഘടനകൾക്കും മതപ്രബോധകന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ പുതിയ തലമുറയെക്കുറിച്ച് പറയാനും മനസ്സിലാക്കാനും ഒക്കെ പരിമിതികളുണ്ട് ഓരോ രക്ഷിതാക്കൾക്കും. അപ്പൊ ഈ നാടിനെയും ചുറ്റുപാടിനെയും കുറിച്ച് അറിയുന്ന ആളുകൾ ആ കുട്ടികളുടെ മനോഗതികൾക്ക് അനുസരിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിക്കാനുള്ള
പ്രബോധന സംരംഭങ്ങൾ വേണം. നമ്മളൊക്കെ പലപ്പോഴും അവഗണിക്കാറ്. ഈ വെക്കേഷൻ സമയത്തൊക്കെ ഓരോ കുട്ടികൾക്കും അവിടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരിക്കും. ചെറിയ കുട്ടികൾക്ക് അതിൽ UP വിഭാഗത്തിന് അങ്ങനെ, ഹൈസ്കൂൾ കുട്ടികൾക്ക് അങ്ങനെ, പെൺകുട്ടികൾക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ, അത് റെസിഡൻഷ്യലായിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒരു 10-20 കൊല്ലം കൊണ്ട് നമുക്ക് നൽകാൻ പറ്റാത്ത ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അവർക്ക് മാർഗദർശനം നൽകുന്ന ആളുകളുടെ കൂടെ നിന്നാൽ 2 ദിവസം കൊണ്ട് നൽകാൻ പറ്റും. ഇതൊക്കെ എത്ര ചെറിയ ഫീസേ ഉള്ളൂ, ചെറിയ മെനക്കടലേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ വെക്കേഷൻ സമയമാകുമ്പോൾ പോലും നമ്മുടെ കുട്ടികളുടെ സ്കൂളും അതേപോലെ തന്നെ അവിടെ +2 അവിടെ എൻട്രൻസും ഒക്കെ എങ്ങനെ പുരോഗതിപ്പെടുത്താം എന്നതിനെ കുറിച്ച് സമയം ഉപയോഗപ്പെടുത്താൻ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതൊക്കെ നടക്കുന്നതിന് കൂടുതൽ 2 ദിവസം, ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച സമയം നമ്മുടെ കുട്ടികൾക്ക് ദീനിയായ ഒരറിവ് ലഭിക്കുവാനുള്ള അവസരങ്ങളെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. അത്തരം പരിപാടികൾ ബോധപൂർവം സംഘടിപ്പിക്കാൻ പള്ളികൾക്ക് ബാധ്യതയുണ്ട്, മതസംഘടനകൾക്ക് ബാധ്യതയുണ്ട്. അതാണ് പ്രബോധനം, അതാണ് പ്രവാചകന്മാരുടെ അനന്തരവന്മാർ. ലോകം എങ്ങോട്ട് പോകുന്നു, നാട് എങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്ന് നോക്കിയിട്ട് ആ മർമ്മങ്ങളെ തിരുത്തിയവരാണ് പ്രവാചകന്മാർ. എന്തിനാണ് അളത്തത്തെയും തൂക്കത്തിലും കൃത്രിമത്വത്തെ കുറിച്ച് പറഞ്ഞത്? എന്തിനാണ് സ്വവർഗരതിയുടെ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞത്? ഓരോ സമുദായത്തിലും സമൂഹത്തിലും അപ്പപ്പോൾ കാണുന്ന കാര്യങ്ങളെ അതിശക്തമായി പ്രബോധനം ചെയ്യുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടാണ് പ്രവാചകന്മാർ മുന്നോട്ട് പോയത്. നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. സാമൂഹികമായി നമുക്ക് ബാധ്യതയുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ അങ്ങനെ നിഷ്ക്രിയമായി നിൽക്കണം. നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ അഭിപ്രായം പറയണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചാൽ എന്താ, ഈ പെൺകുട്ടികൾക്കൊക്കെ ഒരു ബോധവൽക്കരണം നൽകിയാൽ എന്താ, ഒരു പ്രീ മെരിറ്റിൽ ക്ലാസ് കൊടുത്താൽ എന്താ, ഈ ചെറിയ കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഉപദേശം കൊടുത്താൽ എന്താ എന്ന് നമ്മളൊക്കെ നമ്മുടെ മക്കളും നമ്മുടെ സമൂഹത്തിലും പരസ്പരം നമ്മൾ ചോദിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ബാധ്യതകളായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സുഹൃത്തുക്കളെ. പറഞ്ഞു കൊടുക്കുമ്പോൾ അവയിൽ അവരുടേതായ മാറ്റങ്ങൾ ഉണ്ടാവും. മിക്കവാറും ആളുകൾ എന്തായിരുന്നു, അറിവില്ലാത്തത് കൊണ്ടുപോയി ഈ പെൺകുട്ടികളൊക്കെ പല അബദ്ധങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ പെട്ട് കഴിയുമ്പോൾ അവർ കുറച്ച് വിഷമാവസ്ഥയിലും ഒരു പ്രതിസന്ധിയിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉപദേശം കിട്ടണമെന്ന് പറഞ്ഞ് വരുമ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരുടെ ഭാവി, വാപ്പിയമ്മയൊക്കെ മരിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്ന് അവർക്ക് ശരിയായ ബോധമുണ്ടായാൽ തീർച്ചയായും അവർ മാറും. നോക്കൂ, നിങ്ങൾ വിവാഹത്തിനെതിരായിട്ടുള്ള ചിന്താഗതികളൊക്കെ എത്രമാത്രം അപകടകരമാണ് നമ്മൾ ചിന്തിക്കണം. ഒരു പെൺകുട്ടിന്റെ സമ്പൂർണ്ണ സുരക്ഷ എന്ന് പറഞ്ഞാൽ അത് വിവാഹമാണ്. ഒരു വിവാഹം കുരുത്തായിട്ടില്ലെങ്കിൽ ആ കുട്ടിന്റെ ഭാവി നശിച്ചില്ലേ? അപ്പൊ ആ ഒരു മനസ്സ് ആ കുട്ടിക്ക് വേണം. എന്റെ ജീവിത ലക്ഷ്യങ്ങളിൽ എന്റെ കോഴ്സ് പോലെ, എന്റെ ഡിഗ്രി പോലെ, എന്റെ ജോലി പോലെ എനിക്കെന്റെ ജീവിതത്തിൽ ഞാൻ നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ സ്നേഹിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, മതബോധമുള്ള ഒരു ഭർത്താവ് എനിക്ക് കിട്ടുക എന്നത് എന്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായി ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് തോന്നണം. അതാര് പറഞ്ഞു കൊടുക്കും? ആ തോന്നലിനനുസരിച്ച് അവൾ അതിൽ താല്പര്യപ്പെടണം. വിവാഹങ്ങൾ വരുമ്പോൾ അവൾ സഹകരിക്കണം, അന്വേഷണങ്ങൾക്ക് അവൾ കൂടെ നിൽക്കണം. വിവാഹം വരുമ്പോൾ ആ വിവാഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അന്ന് പ്രതിസന്ധികളെ അവൾ തരണം ചെയ്യണം. ഒരു കുടുംബത്തെ നിർമ്മിച്ചെടുക്കാനുള്ള മാനസികമായ കരുത്തും അതേപോലെയുള്ള പരിശ്രമങ്ങളും അവളുടെ ഭാഗത്ത് വേണം. ഈ അറിവൊക്കെ ആര് നൽകും സുഹൃത്തുക്കളെ? ആ അറിവൊക്കെ സമയത്തിലും സന്ദർഭത്തിലും നൽകേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പുതുതലമുറ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് നിരീക്ഷിച്ച് അവർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാക്കണം. നാളെ പരലോകത്ത് ചെന്നിട്ട് ഉന്നതമായ സ്വർഗത്തിന്റെ സംവിധാനങ്ങൾ, താൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം പദവികൾ കിട്ടുമ്പോൾ ചില പിതാക്കന്മാർ പറയുന്നത് ഇത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയത് എന്നാണ്. അപ്പോഴാണ് പറയുന്നത് ഇസ്തിഗ്ഫാർ വലദിക്ക്, നിന്റെ മക്കള് നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതാണ്. ഇഹലോകത്തും പരലോകത്തും നമ്മുടെ സന്തോഷവും കൺകുളിർമയും നമ്മുടെ മക്കളാണെന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് മക്കൾക്ക് നല്ലൊരു ഭാവി വരാൻ ബോധപൂർവമായ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ വേണം. അതിന് പറ്റിയ സമയമാണ് ഈ വെക്കേഷൻ. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്താണോ പ്രായം, ആ പ്രായം അനുസരിച്ച് ഈ കുട്ടിക്ക് 2 മാസത്തിനിടക്ക് അവന്റെ മനസ്സിൽ തട്ടുന്ന, അവന്റെ ജീവിത വീക്ഷണങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു കാഴ്ചപ്പാട് അവന് നൽകാൻ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചും ഓരോ രക്ഷിതാക്കളും ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ ദീനുള്ള കാഴ്ചപ്പാടുകളുള്ള നന്മയുള്ള നല്ലൊരു ഭാവി തലമുറയായി മക്കളെ മാറ്റാൻ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹ്
വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. ഒരു ഇലക്ഷന്റെ സന്ദർഭത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. സ്വാഭാവികമായും ഒരു മതേതര നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സമ്മതിദാനാവകാശം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. ആലോചിച്ചും ചിന്തിച്ചും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ കേൾക്കുന്ന എല്ലാ പ്രചാരണങ്ങളും കോലാഹലങ്ങളും എല്ലാം നമ്മൾ ബൂത്തിൽ ചെല്ലുമ്പോൾ എവിടെ വോട്ട് ചെയ്യണമെന്ന നമ്മുടെ മനോഗതി തീരുമാനിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണത്, ഈ പാട്ടും പ്രസംഗവും പ്രചാരണങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് നമ്മൾ എവിടെ ചെയ്യണമെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. ഏറ്റവും പ്രധാനം സുഹൃത്തുക്കളെ, നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്ര പൈസ വരും എന്നുള്ളതോ അല്ലെങ്കിൽ എന്ത് ആനുകൂല്യങ്ങൾ കിട്ടും എന്നതിലൊക്കെ ഉപരി നമ്മുടെ നിലനിൽപ്പാണ്, നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വ്യക്തിപരമായ, നമ്മുടെ കുടുംബപരമായ, നമ്മുടെ മതപരമായ എല്ലാ നിലക്കുള്ള അസ്തിത്വമുണ്ടല്ലോ, അത് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷുഐബ് നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ കൊലവിളികളുമായിട്ട് ആൾക്കാർ വന്നു. ആ വന്ന ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഖാലു യാ ഷുഐബ് മാ നഫ്ഖഉ കസീറൻ മിമ്മാ തഖൂൽ, നീ പറയണതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇന്നാ ലനറാക ഫീനാ ദഈഫ്, നീ വളരെ ദുർബലനാണ്, നിന്നൊന്നും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല, അത്ര ദുർബലനാണ് നീ. എന്നാൽ വലൗലാ റഹ്തുക, നിന്റെ കുടുംബങ്ങളില്ലായിരുന്നുവെങ്കിൽ ലറജംനാക, നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. വമാ അൻത അലൈനാ ബിഅസീസ്, നീ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ എന്താ കൊല്ലാതിരിക്കാൻ കാരണം? അദ്ദേഹത്തിന്റെ ശക്തിയല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ശക്തിയാണ്. ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തിയോ എണ്ണമോ അല്ല, മറിച്ച് നമ്മൾ ഈ മതേതരമായൊരു സമൂഹമായി ഒന്നിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയാണ് ഏറ്റവും വലിയ കൂട്ടായി നിൽക്കുന്ന ശക്തി. എല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണ് ഒരു മതേതര നാട്ടിൽ എല്ലാ മതങ്ങളും നിലനിന്നു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ എല്ലാ നിലക്കുമുള്ള നമ്മുടെ നാടിന്റെയും നമ്മുടെ മതത്തിന്റെയും എല്ലാറ്റിന്റെയും ഗുണകരമായ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു തീരുമാനം പറയുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാര്യത്തിൽ. അത് ചെയ്യണം എന്നുള്ളത് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം. വോട്ടില്ലാത്തവർ വോട്ടുണ്ടാക്കി അതിലൊരു അവകാശം നേടിയെടുക്കണം. അതോടൊപ്പം തന്നെ അത് ആലോചിച്ച് നിർവഹിക്കണം. അത് നമ്മുടെ എല്ലാറ്റിനും ഗുണകരമായ രൂപത്തിൽ വിനിയോഗിക്കാൻ വർഗീയതയില്ലാത്ത മതേതരം നിലനിൽക്കുന്ന നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സം കൂടാതെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു നല്ല വിശ്വാസിയായി ജീവിക്കാൻ പറ്റുന്ന നിർഭയത്വത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മളിതിനെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സമാധാനവും സന്തോഷവുമുള്ള ഒരു അവസ്ഥ സാഹചര്യത്തെ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തെരുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ കൺകുടുംബ പ്രദാനം ചെയ്യണമെന്നാണ്. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളും ഞങ്ങളെ കാത്ത് രക്ഷിക്കണം. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധാന്തരീക്ഷങ്ങളിൽ ധാരാളം ആളുകൾ ആശങ്കയിലാണ്. അവിടെ യുദ്ധം അവസാനിക്കുവാനും സമാധാനം പുലരുവാനും അള്ളാഹു അവന്റെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി